കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ സിപിഐഎമ്മിന് രൂക്ഷ വിമർശനം. പാലായിലടക്കം സിപിഐഎം അണികളുടെ വോട്ട് പൂർണ്ണമായി ലഭിച്ചില്ല. മുന്നണി മാറ്റത്തിനുള്ള അവസരം കളഞ്ഞുകുളിച്ചെന്നും അംഗങ്ങൾ വിമർശിച്ചു. സാധാരണ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ LDF നേതൃത്വത്തിന് കഴിഞ്ഞില്ല. സിപിഐഎമ്മിനുണ്ടായ തിരിച്ചടിയാണ് മുന്നണിക്ക് ആകെ ദോഷം ആയതെന്നും വിമർശനം ഉയർന്നു. അജിത് ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അജിത്ത്, ഈ കേരള കോൺഗ്രസ് എമ്മിനെ കേരള കോൺഗ്രസ് എന്ന രീതിയിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർട്ടിയാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയത്, സ്വന്തം കയ്യിൽ നിന്ന് പോലും സീറ്റുകൾ എടുത്ത് കൊടുത്തതൊക്കെ CPM ആണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയം പൂർണ്ണമായും അത് CPM-ന് നേർക്ക് വയ്ക്കുകയാണ് കേരള കോൺഗ്രസ് എം അംഗങ്ങൾ. തീർച്ചയായും രുചീഷ് രവീന്ദ്രൻ അങ്ങനെ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ചും ഈ ചർച്ചയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട കാര്യം CPM-എതിരായിട്ടുള്ള വികാരമാണ് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെ ആകെ ബാധിച്ചത്. അതുകൊണ്ടാണ് LDF-ന് കൃത്യമായി വിജയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ പ്രധാനമായും ഉയർന്ന വിമർശനം LDF-ൽ, അതായത് പ്രത്യേകിച്ച് CPM ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് വേണ്ടത്ര സഹകരണം ഉണ്ടായിട്ടില്ല എന്നുള്ള അഭിപ്രായം ഇത്തരത്തിൽ അവർക്കുണ്ട്. അതിന്ന് ഈ മീറ്റിംഗിലും ചർച്ചയാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രധാനമായി ഉന്നയിച്ചത് പാലായിൽ ഉൾപ്പെടെ CPM-ന്റെ വോട്ട് പൂർണ്ണമായും ലഭിച്ചില്ല എന്നുള്ള വിമർശനങ്ങൾ അടക്കം ഉയർന്നു. ജോസ് കെ മാണിയുടെ പരാജയം സംഭവിച്ചതിന് ഒരു പ്രധാന കാരണം അതുകൂടിയാണ്. മറ്റു മണ്ഡലങ്ങളും സമാനമായി അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായി. കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള വിജയിക്കുമെന്ന്, ഏകപക്ഷീയമായി വിജയിക്കുമെന്ന് കരുതിയ മണ്ഡലത്തിൽ പോലും ആ നിലയിൽ വോട്ടുകൾ വന്നിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ യോഗത്തിൽ വിമർശനമായി ഉയർന്നു വന്നത്. കൂടാതെ പ്രധാനമായും ഇത്തരത്തിൽ CPM-ന്റെ ഭാഗത്താണ് ഇക്കാര്യത്തിലൊരു പോരായ്മ. CPM-നെതിരായിട്ടുള്ള വികാരം ശക്തമായിരുന്നു, സർക്കാരിനെതിരായിട്ടുള്ള വികാരം ശക്തമായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വിമർശനമായി ഉയർന്നു വന്നു. അതോടൊപ്പം തന്നെ മുന്നണി മാറാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ അത് ഉപയോഗിക്കാതിരുന്നത് വലിയ പോരായ്മയായി വിമർശനം ഉയർന്നു വന്നു. പ്രത്യേകിച്ചും ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ പോലും പാർട്ടിക്കുള്ളിലെ പ്രധാനപ്പെട്ട ചില ആളുകളാണ് ഇത് മുടക്കം വെച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയായി ഉയർന്നു വന്നു. ഏതാണെങ്കിലും യോഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണ്ഡലം അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് യോഗം അവസാനിക്കുക. അതിനുശേഷമായിരിക്കും ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണുക.